ഡോക്ടർ എന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. ഓഫ് കോഴ്സ് എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി പക്ഷി ഡോക്ടറായിട്ട് തുടങ്ങിയെങ്കിലും ബട്ട് നൗ ഐ സീ ലോട്ട് ഓഫ് ആനിമൽസ്. അത് ഞാനിങ്ങനെ എല്ലാവരും പറയാം, ഇത് കണ്ടു, ഇത് ഇഗ്വാന കടിച്ചതാ, ഇതല്ലെങ്കിൽ പെസിക്വറ്റ് പാരറ്റ് കടിച്ചതാ, അങ്ങനെ അങ്ങനെ. ജസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളിപ്പം കൂടുതലും സിക്ക് ആനിമൽസ് ആയിരിക്കും കാണുന്നത്. പക്ഷേ ഗ്രൂമിംഗ് സെൻറ്റർ ആകുമ്പോൾ ഹെൽത്തി ആനിമൽസ് കാണും, ഹാപ്പി ആനിമൽസ് കാണും, നമുക്ക് ഫോട്ടോ എടുക്കാം, യു ക്യാൻ പ്ലേ വിത്ത് ദം. ഹലോ, എൻ്റെ പേര് ഡോക്ടർ റാണി മരിയ തോമസ്. ദിസ് ഈസ് മൈ വേൾഡ്, സാറാസ് ബേർഡ്സ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തന്നെ ബേർഡ്സിനും എക്സോട്ടിക് ആനിമൽസിനും വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഇത് ആലപ്പുഴ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. നമുക്കിവിടെ നോർമലി ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പോലെ ഡോഗ്സ് ആൻഡ് കാറ്റ്സ് വരും. അറിയാലോ, നമ്മുടെ ആലപ്പുഴ ഒരു ചെറിയ സ്ഥലമാണ്. അപ്പം എല്ലാ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ഡോഗ്സും കാറ്റ്സും ഓഫ് കോഴ്സ് വരും. അതുകൂടാതെ നമുക്ക് ബേർഡ്സ്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് വരാറുണ്ട്, മങ്കീസ് വരാറുണ്ട്, റെപ്റ്റൈൽസ്, ഇപ്പം ആമ, പിന്നെ ഇഗ്വാനാസ്, ഹെഡ്ജോഗ്സ്, ഷുഗർ ഗ്ലൈഡേഴ്സ്, റാബിറ്റ്സ്, ഗിനി പിഗ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരാറുണ്ട്. ബേർഡ്സ് ആണ് കൂടുതലും വരുന്നത്. വെറ്റിനറി പഠിച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ബേർഡ്സിനും എക്സോട്ടിക്സിലും വേണ്ടി പഠിക്കുക. കാരണം ബേർഡ്സിനെ എക്സോട്ടിക്സിനെ നോക്കാൻ അധികം ഡോക്ടേഴ്സൊന്നും ഇല്ല. നമ്മൾ വെറ്റിനറി പഠിക്കുമ്പോൾ തന്നെ ആണെങ്കിലും 1-2 പേജ് മാത്രമേ ഇവരെക്കുറിച്ച് പഠിച്ചു പോകുന്നുള്ളൂ. എക്സോട്ടിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ അല്ലാത്ത ആനിമൽസ്. ബൈ റൂള് ഇന്ത്യൻ സ്പീഷീസ് ഓഫ് ആനിമൽസിനെ വളർത്താൻ പാടില്ല. അത് എഗെയിൻസ്റ്റ് ലോ ആണ്. ഇപ്പം നമ്മുടെ നാടൻ തത്ത, പരുന്ത്, ഉടുമ്പ്, അങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് ആൾക്കാർ, ആമ, അതൊക്കെ പണ്ട് ആൾക്കാർ വളർത്തിയിരുന്നു. പക്ഷെ ഇപ്പം അതിനൊന്നും ബൈ ലോ വളർത്താൻ പാടില്ല. അപ്പം നമ്മൾ പുറമേ നിന്നുള്ള ആനിമൽസ് പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പം കുറച്ചും കൂടെ കോമൺ ആയി. ഇപ്പം എക്സോട്ടിക്സിനെ വാങ്ങുന്നവരെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് പഠിക്കില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഈ കോക്കട്ടൂസിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പം മക്കാവൂസിൻ്റെ ഡയറ്റ് പോലെ കുറേ സീഡ് ഡയറ്റ് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫാറ്റി ലിവറിൽ പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മളൊരു സ്പീഷീസിനെ വാങ്ങുമ്പം അവർക്ക് എന്താ റിക്വയർമെൻറ്റ് അത് പഠിക്കുക. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചിട്ട്, ഇപ്പോൾ നമ്മളൊരു പപ്പീനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പപ്പീനെ ചെക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യില്ല, അതേപോലെ ചെയ്യാം. കാരണം ഓരോ സ്പീഷീസിനും ഡിഫറെൻ്റ് ആണ്. അതേപോലെ എന്ത് ഫുഡ് കൊടുക്കണം, അത് എത്ര ടെമ്പറേച്ചറിൽ കൊടുക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേർഡ് ആക്ച്വലി കൊൽക്കട്ടയിൽ നിന്ന് വന്ന ബേർഡാണ്. അപ്പം ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ചുണ്ട് അടിയിൽ നിന്ന് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ബേർത്ത് ഡിഫക്റ്റ് അല്ല, ഇവർ ചെറുതിലെ ഫുഡ് കൊടുക്കാൻ നേരത്ത് പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ ചുണ്ടിങ്ങനെ വളഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കമ്പി ഈ തലയുടെ മേലെ കൂടെ പാസ് ചെയ്തിട്ട് അത് ഇങ്ങനെ ടൈ ചെയ്യും. അപ്പം ഇവഞ്ച്വലി ഇവനിപ്പോൾ കുറച്ച് പ്രായമുള്ളതുകൊണ്ട് ഇവഞ്ച്വലി കുറച്ചൊരു 1-2 months കഴിയുമ്പോൾ അത് നേരെയാവും. നമ്മൾ പല്ലി കമ്പി ഇടുന്നൊരു എഫക്റ്റ് പോലെ തന്നെ. ഇവൻ ആക്ച്വലി ഭയങ്കര സീരിയസ് ആയിട്ട് വന്നൊരു ഇഗ്വാനയാണ്. റെപ്റ്റൈൽസിൽ ഇൻ ജനറൽ ഡിസീസ് കുറച്ച് ക്രോണിക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാറ്റിയെടുക്കും. വന്നപ്പോൾ ഫുൾ വായിക്കാത്ത ഇൻഫെക്ഷൻ, കണ്ണൊന്നും തുറക്കില്ല, ഫുഡ് കഴിക്കില്ല, അങ്ങനെ ഒരു എഫക്റ്റ് ആയിരുന്നു. ഓണേഴ്സും ഏകദേശം വിട്ട മാതിരിയായിരുന്നു. ഞങ്ങൾക്ക് ഹോപ്പില്ലായിരുന്നു. പിന്നെ ഫൈനലി വി വർക്ക്ഡ് ഓൺ ഹിം. ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടാണ് ഈസ് ബാക്ക് ടു ലൈഫ്. ഇവിടെ നമുക്ക് മക്കാവൂസ് ഉണ്ട്, ഗ്രേ പാരറ്റ്സ് ഉണ്ട്, ആമസോൺ, കോക്കട്ടൂസ്, കൊണൂർസ് ഉണ്ട്, വൈറ്റ് സ്ക്വിറൽ ഉണ്ട്, പിന്നെ ആമയുണ്ട്, സൾക്കട്ട ടോട്ടോയ്സ് ഉണ്ട്, ഇഗ്വാനാസ് ഉണ്ട്, പിന്നെ ഡോഗ്സ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ തന്നെ എൻ്റെ ഓരോ വരുന്ന പേഷ്യൻറ്റിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണമെന്നാണ്. rather than seeing like 100 patients a day, ഇപ്പോൾ 2 പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കൊടുത്തിട്ട് പ്രോപ്പർ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെ ഒരു ഇത് കിട്ടുന്നു അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. അല്ലാതെ എനിക്ക് ഒരുപാട് ബ്രാഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് ഓഫ് കോഴ്സ് നമുക്ക് അതിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം 2 പേഷ്യൻ്റ് ആണെങ്കിലും അവർക്ക് വേണ്ട നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഐ വോണ്ട് എ വെരി ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ്. ദിസ് ഇസ് നോട്ട് സ്ട്രെസ്ഫുൾ ഫോർ മീ. എനിക്കിപ്പോൾ ഇൻ കേസ് സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഇപ്പം ഒരു പേഷ്യൻറ്റിൽ നിന്ന് എനിക്കൊരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പുറത്തൊന്ന് നെക്സ്റ്റ് ഒരു ഡോഗിനെയോ കാറ്റിനെയോ ഒരു ബേർഡിനെയൊക്കെ ഹഗ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിയുമ്പം ഐ വിൽ ഫീൽ ഗുഡ്. ലൈക്ക് അത്രേ ഉള്ളൂ.